ഹായ് കൂട്ടുകാരെ, എല്ലാവരും ആയോ? ഇന്നേ നമുക്ക് വെജിറ്റബിൾ വെച്ചിട്ട് നല്ലൊരു ഹെൽത്തിയോ ആയിട്ടുള്ള ഒരു ഓംലേറ്റ് ഉണ്ടാക്കി നോക്കിയാലോ. ഇന്നത്തെ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് കേട്ടോ ഇത്. അപ്പോൾ അതിനായിട്ട് ഞാൻ ഇവിടെ ഒരു ചെറിയൊരു കഷ്ണം ക്യാബേജ്, ഒരു ക്യാരറ്റ്, പിന്നെ ഒരു സബോള, പിന്നെ തക്കാളി, ഈ സാധനങ്ങളൊക്കെയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ വേറെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പച്ചക്കറികൾ, ബ്രൊക്കോളി, അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സാധനങ്ങളൊക്കെ നിങ്ങൾക്ക് എടുക്കാം കേട്ടോ. എനിക്ക് അത്യാവശ്യം ഇഷ്ടമുള്ള സാധനങ്ങൾ മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ. ബീൻസ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഞാൻ എടുത്തിട്ടുള്ളൂ. അപ്പോൾ അതൊക്കെ നൈസായിട്ട് അങ്ങോട്ട് കട്ട് ചെയ്ത് മാറ്റി വെച്ചോ. പിന്നെ 2 മുട്ട, അതും ലേശ ഉപ്പും പിന്നെ നമ്മുടെ കുരുമുളക് പൊടി അതുകൊണ്ട് നല്ലോണം അടിച്ച് പതപ്പിച്ച് അങ്ങോട്ട് വെച്ചോ. പിന്നെ പാൻ വെച്ചു, അതിലേക്ക് ഓയിൽ ഒഴിച്ചു. പിന്നെ നമുക്ക് വേവാൻ ഇത്തിരി അമാന്തമുള്ള ബുദ്ധിമുട്ടുള്ള വെജിറ്റബിൾ ഉണ്ടല്ലോ. അപ്പോൾ ക്യാബേജ്, ക്യാരറ്റ്, ബീൻസിനൊക്കെ ഇത്തിരി ഒരു വേവുണ്ട്. അപ്പോൾ അതെല്ലാം ആദ്യം ഇട്ടിട്ട് പാകത്തിന് ഉപ്പ് ഇട്ടിട്ട് ഒന്ന് വഴച്ചെടുക്കുക. ഒരു വിധം അങ്ങോട്ട് ആകുമ്പോൾ അതിലേക്ക് പിന്നെ നമ്മൾ സബോള ഇട്ട് കൊടുക്കുക. സബോള ഒന്നും നല്ലോണം അങ്ങോട്ട് ഇതാക്കി എടുക്കണ്ട കേട്ടോ, റോസ്റ്റ് ആക്കിയിട്ട് ഒന്നും എടുക്കണ്ട. നമുക്ക് സോഫ്റ്റ് ആയിട്ട് വരെ വേണ്ടു. അപ്പോൾ അതും ഇട്ട് അതും ഒരുവിധം ആയതിനു ശേഷം ലാസ്റ്റാണ് നമ്മൾ തക്കാളി ഇട്ട് കൊടുക്കേണ്ടത്, അല്ലെങ്കിൽ തക്കാളി ആ കുടഞ്ഞൊരു പരിവാവും. അപ്പോൾ അതും ഇട്ട് കൊടുത്ത് തക്കാളിയും ഒരുവിധം നല്ലോണം അങ്ങോട്ട് ഇതായിട്ട് വരുമ്പോൾ പതുക്കെ അങ്ങോട്ട് ഞങ്ങൾക്ക് വേണമെങ്കിൽ തുറന്ന് വെച്ചിട്ട് വേവിക്കുക, അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഒരു 2 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ വേഗമാവുമല്ലോ അതിന് വേണ്ടിയിട്ട്. എന്നിട്ട് പിന്നെ നമ്മൾ ചെയ്യണത് അതിലേക്ക് നമ്മുടെ വെജിറ്റബിളൊക്കെ നമ്മളൊരു വിധം ഇതാക്കി സോഫ്റ്റ് ആക്കി വെച്ചിട്ടുണ്ടല്ലോ, അതങ്ങോട്ട് നല്ലോണം ഒന്ന് പരത്തി കൊടുത്തോ പാനിലേക്ക്. എന്നിട്ട് അതിൻ്റെ മീതിക്ക് നമ്മുടെ ഈ മുട്ട നമ്മൾ കുരുമുളകും ഉപ്പിട്ടത് റെഡിയാക്കി വെച്ചിട്ടുണ്ടല്ലോ, ബീറ്റ് ചെയ്തിട്ട്, അതങ്ങോട്ട് ഫുൾ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് പിന്നെ നമ്മൾ ഒരു 2 മിനിറ്റ് അതങ്ങോട്ട് മൂടി വെച്ചോ. നൈസ് തീയിൽ ലോ ഫ്ലെയിമിൽ അങ്ങോട്ട് ഇട്ട് അതങ്ങോട്ട് 2 മിനിറ്റ് കഴിയുമ്പോൾ നമ്മൾ അതൊന്ന് മറിച്ചിട്ട് കൊടുക്കുക. ഓംലേറ്റിനെ അങ്ങോട്ട് മറിച്ചിട്ട് കൊടുക്കുക. ഒരു 2 മിനിറ്റ് കഴിയുമ്പോൾ പിന്നെ അതങ്ങോട്ട് തിരിച്ചിട്ട് ഒരു ലേശം ചില്ലി ഫ്ലേക്സ് അതിൻ്റെ മീതി അങ്ങോട്ട് വെതറി കൊടുക്കുക. സൂപ്പർ ടേസ്റ്റി ഹെൽത്തി ആയിട്ടുള്ള നമ്മുടെ വെജിറ്റബിൾ ഓംലേറ്റ് റെഡി കേട്ടോ. നമ്മുടെ ആരോഗ്യത്തിന് നല്ലതാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി കഴിക്കട്ടോ. അപ്പോൾ നമ്മുടെ വെജിറ്റബിൾ ഓംലേറ്റ് ഇഷ്ടമായെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാട്ടെ എൻ്റെ പൊന്നു കൂട്ടുകാരെ.